വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവർ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിനൊരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാനെന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി യേശുവിനെ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് എരിഹോവിലെത്തിയപ്പോൾ ഒരു മനുഷ്യന്റെ അകത്ത് വലിയൊരു ആഗ്രഹം. ആ മനുഷ്യന്റെ പേര് സക്കായി എന്നാണ്. അവന്റെ ആഗ്രഹം മറ്റൊന്നല്ല, യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കാണണം. സക്കായിയുടെ അകത്ത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായതിന്റെ കാരണം യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ്. നല്ലത് കേട്ടാൽ നല്ല വിശ്വാസമുണ്ടാകും, തിന്മയായത് കേട്ടാൽ തിന്മയായ വിശ്വാസമുണ്ടാകും. നല്ലത് അറിയാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ നന്മയുണ്ടാകും, തിന്മകൾ അറിയുവാൻ ശ്രമിച്ചാൽ തിന്മയായത് ഭവിക്കും. സക്കായിയുടെ അകത്ത് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവിനെ കുറിച്ചുള്ള നല്ല കേൾവിയാണ്. അവൻ അന്ധന്റെ കണ്ണുകളെ തുറക്കുന്നു, യേശു ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കുന്നു, ഊമരെ സംസാരിപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നിങ്ങനെ വിവിധ നിലകളിലുള്ള അത്ഭുതങ്ങൾ യേശു കർത്താവിലൂടെ സംഭവിക്കുന്നു എന്ന വിവരം മറ്റുള്ളവരെ പോലെ തന്നെ സക്കായിയുടെ കാതുകളിലും എത്തുവാനിടയായി. എന്നെ കാണുന്ന മാന്യപ്രേക്ഷകരോട് പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, തിന്മയായതിൽ നിന്ന് ഒഴിവായി നിൽക്കുക, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ഉള്ള തൻ്റെ ശ്രമം ഒരു തരത്തിൽ തൻ്റെ വ്യക്തിപരമായ നിലകളിൽ അത് പരാജയപ്പെട്ടു. കാരണം താൻ വളർച്ചയിൽ കുറുകിയവനായതുകൊണ്ട്, നീളം കുറഞ്ഞവനായതുകൊണ്ട് പുരുഷാരം നിമിത്തം യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ഒരുപാട് ആൾക്കാർ സത്യദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നുണ്ട്, സക്കായിയെ പോലെ കാണുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു സമൂഹം അതിനൊരു തടസ്സമായി നിൽക്കുന്നു, ചില മതങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്നു, ചില സാഹചര്യങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ സക്കായി അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നതിന് തടസ്സമായി നിന്ന മനുഷ്യരെയോ അവരുടെ ഉയർച്ചയോ തൻ്റെ ഉയർച്ച കുറവിനെയോ സാഹചര്യങ്ങളെയോ അല്ല സക്കായി നോക്കിയത്. യേശുവിനെ തനിക്ക് കാണണം, തനിക്കറിയണം എന്ന തൻ്റെ തീരുമാനമാണ്. ഇതൊരു തീരുമാനമാണ്. കർത്താവിൻ്റെ ദാസൻ ആശിഷ് ഇപ്പോൾ യേശു വിളിക്കുന്നു എന്ന മനോഹരമായ ഒരു പഴയ ഗാനം ആലപിക്കുവാനിടയായി. വാസ്തവമായും ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് രണ്ട് കരങ്ങളും നീട്ടി സ്നേഹമോടെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ വിളിക്കുകയാണ്. പക്ഷെ അവനെ അറിയുവാൻ, അവനെ കാണുവാൻ, അവൻ്റെ അരികിൽ വരുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാകണം. സക്കായിയെ പോലെ. സക്കായി എന്താ ചെയ്തേ? അവിടെ ഒരിക്കലും സക്കായി സമൂഹത്തെ പഴി പറയുന്നില്ല. തനിക്ക് ദൈവം നീളം തരാഞ്ഞതെന്താണ്, താൻ കുറുകിപ്പോയ ആളായി പോയത് കൊണ്ടല്ലേ കാണാൻ പറ്റാഞ്ഞതെന്ന് ദൈവത്തെ പഴി പറയുന്നില്ല. പ്രസ്തുത യേശു കർത്താവ് കടന്നു വരുന്ന വഴിധാരയിലുള്ള ഒരു കാട്ടത്തിമേൽ സക്കായി കയറുകയാണ്. ശരിക്കും ഒരു എഫേർട്ട് അതിൻ്റെ പിറകിൽ സക്കായി എടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ എടുത്ത ഒരു എഫേർട്ടുകളും ഒരു പരിശ്രമങ്ങളും പരാജയമാകുകയില്ല. ക്രിസ്തുവിൽ വളരുവാൻ നിങ്ങളെടുത്ത പരിശ്രമങ്ങൾ, കർത്താവിൽ പ്രയോജനപ്പെടുവാൻ നിങ്ങളെടുത്ത പരിശ്രമങ്ങൾ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെടുത്ത പരിശ്രമങ്ങൾ, അത് ഉപവാസമാകാം, വചനധ്യാനമാകാം, നിങ്ങൾ വില കൊടുത്ത് ദൈവത്തെ അറിഞ്ഞതാകാം, രക്ഷിക്കപ്പെട്ടതാകാം, സ്നാനമേറ്റതാകാം, എന്തുമാകാം. ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ നിങ്ങളെടുത്ത ചുവടുകളൊന്നും ഒരിക്കലും പരാജയമാകുകയില്ല. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമാകുകയില്ല. സക്കായി വലിയൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അവൻ കാട്ടത്തിമേൽ കയറി. കൃത്യമായി വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് കടന്നു വരുന്ന വഴിയിലുള്ള കാട്ടത്തിമേൽ കയറിയിരുന്ന സക്കായി ക്രിസ്തു ആ കാട്ടത്തിയുടെ ചുവട്ടിലെത്തുമ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ എന്ന് അവനെ അറിയിക്കുകയാണ്. ഈ പാട്ടിൽ നമ്മൾ കേട്ടതുപോലെ യേശു അവനെ വിളിക്കുകയാണ്. ആ വിളിയെ അവൻ സ്വീകരിച്ചു. അവൻ പിന്നെയും ആ മരത്തിൽ തുടരുകയല്ല, പിന്നെയും ഒളിച്ചിരിക്കുകയല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് പറയുകയല്ല. അവൻ ബന്ധപ്പെട്ടു കയറി. അടുത്ത വാക്യം, അവൻ
വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ യേശുവിനെ കൈക്കൊണ്ടു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. യേശുവിൻ്റെ വിളി കേട്ടിറങ്ങിയ സക്കായി യേശുവിനെ കൈക്കൊണ്ടു കർത്താവിൻ്റെ മകനായി തീർന്നു. ഉടനെ സക്കായി പറയുന്നു, ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മടക്കി കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം ഈ നിമിഷം സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ വിളിയുടെ മുൻപിൽ, ആ അനുസരണത്തിൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ച മകൻ്റെ ലൈഫ് ആകപ്പാടെ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് സക്കായിയെ നോക്കി പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇവൻ്റെ ഭവനത്തിന് രക്ഷ വന്നിരിക്കുകയാണ്. ഞാൻ അവൻ്റെ ഭവനത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ മറിയുകയാണ്. സമൂഹം പറയുന്നു, ഇവനൊരു ചുങ്കക്കാരനല്ലേ, ഇവനൊരു പാപിയല്ലേ, ഇവൻ്റെ ഭവനത്തിൽ ഇവന് പോകുവാൻ കൊള്ളാമോ, ഇവനെ കൈക്കൊള്ളാൻ കൊള്ളാമോ, ഇവനെ സ്നേഹിക്കാൻ കൊള്ളാമോ? യേശു കർത്താവ് പറയുന്നു, എൻ്റെ വിളി കേട്ടിറങ്ങി വന്ന വ്യക്തിത്വം ആരെങ്കിലും, അത് ആര് തന്നെയാണെങ്കിലും, എന്നെ കാണുവാൻ ആഗ്രഹിച്ച, എൻ്റെ അരികിൽ വരുവാൻ ആഗ്രഹിച്ച വ്യക്തിത്വം ആര് തന്നെയാണെങ്കിലും, അവൻ്റെ മതമോ അവൻ്റെ സഭയോ അവൻ്റെ സാഹചര്യമോ അവൻ്റെ അവസ്ഥയോ ഞാൻ ഒരിക്കലും ചോദിക്കുന്നില്ല. എന്നെ കൈക്കൊണ്ടാൽ, എൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ, എന്നെ കാണുവാൻ ആഗ്രഹിച്ചാൽ നിശ്ചയമായും അവൻ്റെ ജീവിതത്തെ ഞാനൊരു അത്ഭുതമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണ്. സക്കായിയെ, കാട്ടത്തിന്മേൽ ഇരുന്ന സക്കായിയെ കരങ്ങൾ നീട്ടി വിളിച്ച കർത്താവ് നിങ്ങളോട് ചില പാരമ്പര്യത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഇറങ്ങി വരുവാൻ ആവശ്യപ്പെടുകയാണ്. ചില സാഹചര്യങ്ങളെ, നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ചില സാഹചര്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് വരുവാൻ അവൻ്റെ കരങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി ഇന്ന് യേശു നിങ്ങളെ വിളിക്കുന്നു. ആ വിളിയെ നിങ്ങൾ അനുസരിക്കുമോ? ആ വിളിയിലേക്ക് നിങ്ങളുടെ കാതുകളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? സക്കായിയുടെ ഭവനത്തിൻ്റെ ശാപക്കെട്ടുകൾ അഴിഞ്ഞ് അവൻ്റെ ഭവനം അനുഗ്രഹപൂർണമായതുപോലെ നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. സക്കായിയുടെ ജീവിതം ഒരത്ഭുതമായി തീർന്നതുപോലെ നിങ്ങളുടെ ജീവിതവും ഒരത്ഭുതമായി തീരും. സക്കായി ഒരു പുതിയ മനുഷ്യനായി മാറിയതുപോലെ നിങ്ങളും ഒരു പുതിയ ജീവിതത്തിന്, വ്യക്തിത്വത്തിന് ഉടമയായി തീരും. ജീസസ് വിൽ ഗിവ് യു ദ ന്യൂ ലൈഫ്. യേശു കർത്താവ് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തരും. പ്രിയപ്പെട്ടവരെ, അവൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ വിളിക്കുകയാണ് അവൻ്റെ സ്നേഹത്തിലേക്ക്, അവൻ്റെ കൃപയിലേക്ക്, അവൻ്റെ വിശ്വസ്തതയിലേക്ക്. ആ വിളിയെ അനുസരിക്കുവാൻ നമ്മളെ തന്നെ ഇന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ?